വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനും കളമശ്ശേരി കിൻഫ്ര ഹൈടെക് പാർക്കിനും എല്ലാം അടുത്തായി കുഴുവേലിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3.5 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 800 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3.2 കിലോമീറ്ററും വിദ്യോദയ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും KME എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 1.9 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 8.4 കിലോമീറ്ററും കാക്കനാടേക്ക് 7.3 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.3 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കും സ്പോട്ട് ലൈറ്റുകളും ഭംഗിയുള്ള കളർ കോമ്പിനേഷനുമാണ് വന്നിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4.5 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുള്ള ഒരു വിശാലമായ മുറ്റത്തേക്കാണ്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. 16 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗും ഉള്ളത്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു കാർ പാർക്കിംഗ് ഏരിയ വരുന്നത്. സീലിംഗിൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിങ്ങും സ്പോട്ട് ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കാർ പാർക്കിങ്ങിനായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. കോർണറായി വരുന്ന പില്ലറിനും ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ 9.5 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വരുന്നത്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 3.5 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. മെറ്റലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ടൊരു ടാപ്പ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് വർക്ക് ഏരിയ ആണ്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5.5 അടിയോളമാണ് വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് വർക്ക് ഏരിയയുടെ പോർഷനാണ്. കൂടാതെ വീടിന്റെ 4 സൈഡും അത്യാവശ്യ സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. കിണർ കൂടാതെ KW വാട്ടർ കണക്ഷൻ ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വീടിൻ്റെ മെയിൻ ഡോർ നോർത്ത് ദർശനമായിട്ടാണ് വരുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് സൗത്ത് സൈഡ് വാളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും സൈഡിലെല്ലാം തന്നെ ഡക്ക സ്പേസും മുകളിലും ഡക്ക സ്പേസിനുള്ളിലും എല്ലാം സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. മുകളിലെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു സൈഡിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ഡൈനിങ്ങിലേക്കാണ്. 13 അടിയിലേറെ നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്കും അതുപോലെ തന്നെ ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോകൾ നൽകി വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്പേസിൽ സെറ്റ് ചെയ്യാൻ കഴിയും. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ റിമൈനിങ് പോർഷനിലും സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് സീലിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ്. ബാക്ക് സൈഡിലെല്ലാം തന്നെ ടെക്സ്ചർ വർക്കാണ് വരുന്നത്. സൈഡിലായിട്ട് ഒരു പാർട്ടീഷൻ വോൾ വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ വിഗാർഡിൻ്റെ വയസ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒഴികെ ബാക്കി എല്ലായിടത്തും ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു പാനലിംഗ് വന്നിട്ടുണ്ട്. പാനലിന് മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. ഓപ്പൺ ബോക്സിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം
പവർ പോയിന്റ് ഈ ഒരു കൗണ്ടർ സ്പേസിനോട് ചേർന്ന് തന്നെ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫുള്ളി ഷീറ്റിട്ട് കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് രണ്ട് എൻഡിലായിട്ടും ഗ്രിൽ ഡോറുകൾ നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനുള്ള പോയിന്റും ടാപ്പും എല്ലാം തന്നെ ഈ ഒരു വർക്ക് ഏരിയയിൽ അവൈലബിൾ ആണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോകൾ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. വാൾഡ്രോബിൽ ഡക്ക് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന വോളിലായിട്ട് ഈസ്റ്റിലേക്ക് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. അപ്പർ ലിവിങ്ങിൽ നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടുത്തെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിലെ 2 ബെഡ്റൂമുകൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി ടേബിൾ, ഓഫീസ് ടേബിളോ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടി നീളവും 11.5 അടിയിലേറെ വീതിയുമാണുള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഭംഗി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കോർണറിലായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് സ്ക്വയർ ട്യൂബിലുള്ള വർക്കും വരുന്നുണ്ട്. 3.5 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയ 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.